ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്ന് അലീന പരാതി പറയാണ്. ആ പാവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, എല്ലാവരും അതിലിട്ട് വട്ടം കറക്കുകയാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ദേഷ്യം വരികയാണ്. നീ ഇങ്ങനെ അത് പാവാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്കറിയാം. കാരണം അലീനയുടെ അമ്മയാണല്ലോ, അപ്പം ആ ഒരു സ്നേഹത്തിലാവും പറഞ്ഞത്. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എനിക്കിങ്ങനെ അബദ്ധം പറ്റിയെന്ന് ഞാൻ അവളോട് പറയുമ്പോൾ സാധാരണ അവളുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കാല് പിടിച്ച് എന്നോട് യാചിക്കേണ്ടതാണ്, എന്നോടും ദൈവത്തിനോടും. പക്ഷെ അവൾ ചെയ്തതോ എൻ്റെ ചവിട്ടിയരിക്കല്ലേ ചെയ്യുന്നത് ഇപ്പോഴും എന്ന് പറയുകയാണേ. എന്നിട്ടിപ്പോൾ നിനക്ക് അവളോട് സഹതാപോ, അവൾ പാവാണെന്നോ, എന്നോട് ചെയ്ത ചതി, വഞ്ചന, ഇതൊന്നും ഞാൻ ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല എന്ന് അലീനോട് ബാലേന്ദ്രൻ പറയുകയാണേ. അതിനുശേഷം ബാലേന്ദ്രനെ കാണാനായിട്ട് മുകളിലേക്ക് വൈജയന്തി വരികയാണ്. വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ശിവേട്ടനോട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിൻ്റെ ചേട്ടൻ പറഞ്ഞില്ലേ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ, പിന്നെന്താ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണേ. നിങ്ങളപ്പോൾ ഇത്രയും കാലം 22 വർഷത്തോളം എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. നിങ്ങൾ എന്നെ മാത്രമല്ല മക്കളെയും കൂടിയിട്ട് ചതിച്ചു. വേറൊരുത്തിയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിനെ ഈ വീട്ടിൽ തന്ത്രപൂർവ്വം വിളിച്ച് വരുത്തി നിങ്ങൾ ഇത്രയും നാൾ നാടകം കളിക്കുകയായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, 22 വർഷക്കാലം നീ പറ്റിച്ച കാര്യം പറഞ്ഞല്ലോ, അത് നീ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ആരാണ് പൊട്ടനായത്, ആരാണ് കുട്ടിയായത് 22 വർഷക്കാലം, ഞാനോ അതോ നീയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ഇത്രയും കാലം എന്നെ പൊട്ടിയാക്കിക്കൊണ്ടിരുന്നത്. വേറൊരുത്തിൽ ജനിച്ചൊരു പെൺകുട്ടീനെ നിങ്ങൾ ഞാനറിയാതെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത്രയും നാളും രഹസ്യമായിട്ട് വെച്ചില്ലേ. 22 വർഷക്കാലം നിങ്ങൾ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാനും അവളും കൂടിയിട്ട് ഒരുമിച്ച് വാഴൂല, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടിൽ ആരെങ്കിലും മാത്രമേ ഈ വീട്ടിലുണ്ടാവുള്ളൂ എന്ന് പറയുകയാണേ. അതിൽ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന എൻ്റെ മകളാണ്, അവൾക്ക് വേറെ ആരുമില്ല, അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരിക്കലും കഴിയൂല എന്ന് തന്നെ ബാലേന്ദ്രൻ പറയാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം എന്നാണോ നിങ്ങൾ പറയണതെന്ന് ചോദിക്കുമ്പോൾ, നീ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഞാൻ പറയൂല വൈജി, പക്ഷേ നീ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മോളെ ഇറക്കി വിടാൻ പോകുന്നില്ല. അവളെ ഞാൻ എൻ്റെ മകളായി സ്വീകരിച്ചു, അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ 3 മക്കളെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവളും, നീയും അവളെ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാം, എൻ്റെ പട്ടി കാണും അവളെ മകളായിട്ട്, ഒരിക്കലും ഞാനിത് അംഗീകരിച്ച് തരാൻ പോകുന്നില്ല. ഞാനും അവളും കൂടെ ഈ വീട്ടിൽ ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനും പോകുന്നില്ല, അത് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് പറയണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നത്, അതൊക്കെ നിൻ്റെ ഇഷ്ടവും നിൻ്റെ തീരുമാനമാണ്. ഞാൻ എൻ്റെ തീരുമാനം നിൻ്റെ ചേട്ടന്മാരോടും നിൻ്റെ വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇനി കാര്യങ്ങൾ നീക്കാൻ പോകുന്നത്. അതായത് അലീന എൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കും. പക്ഷേ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല, അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുകയാണേ. ഇതൊക്കെ കൂടെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വീണ്ടും ദേഷ്യവും കാളിയും വരികയാണ്. നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അലീനയുടെ അടുത്ത് ചെന്നിട്ട് അലീനെ വഴക്ക് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നീയും ഞാനും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കൂല, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വൈജയന്തി കാർ എടുത്തിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അലീന പിന്നെ കൂടെ ചെല്ലുന്നുണ്ടെങ്കിലും വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് കാർ എടുത്ത് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ചിന്തിച്ച് കൊണ്ടിരിക്കുകയാണ്. അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്ന് വിശ്വസിക്കാനായിട്ട് വൈജയന്തിക്ക് കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ചതി തനിക്ക് പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. വൈജയന്തി ചെയ്ത ചതിനെക്കുറിച്ചൊന്നും വൈജയന്തി ആ സമയത്ത് ചിന്തിക്കുന്നില്ല. പക്ഷെ ബാലേന്ദ്രൻ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വൈജയന്തി ആളാകെ മാറി. വൈജയന്തിക്ക് ആ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സ്പീഡിൽ അവിടെ ഇവിടെ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് പെട്ടെന്ന് എതിരെ വന്നൊരു ലോറിയിൽ കൂട്ടിയിടിക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ ആൾക്കാർ ഓടിക്കൂടി വൈജയന്തിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യം ആരോ ഒരാൾ ശിവനെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ വൈജയ്ക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറയാനായിട്ട്. അപ്പോഴേക്കും കമല വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആരെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിന്ന് പറയാനായിട്ട്. അപ്പോൾ കമല പറയാണ്, ആഹാ, അവൾ വലതുകാലെടുത്ത് വെച്ച് കയറിയപ്പോൾ തന്നെ വൈജയ്ക്കുള്ള പണി കിട്ടി എന്ന് പറയാണ് കേട്ടോ. മകളായി ബാലചന്ദ്രൻ പറഞ്ഞു, മകളായി അംഗീകരിച്ചു, ആ സമയത്ത് തന്നെ വൈജയ്ക്ക് ഇതുപോലെയൊക്കെ സംഭവിച്ചല്ലോ എന്നങ്ങനെ കമല പറയുകയാണേ. അങ്ങനെ ശിവനും രാജീവനും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും കമല നമ്മുടെ
മനുവിനെ വിളിച്ചെണിപ്പിക്കുകയാണ്. മനു ഉറങ്ങാണ് രാത്രിയിലെ. ആ സമയത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇങ്ങനെ കിടന്നോ, നീ കൊണ്ടുവന്ന അവളുണ്ടല്ലോ, അവൾ ഈ കുടുംബം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയട്ടോ. ആ ആരെ കാര്യം പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അലീന, അവൾ വലതുകാലം എടുത്ത് വെച്ച് വന്നപ്പോൾ തന്നെ ദേ വൈജിക്കുള്ള പണി കിട്ടി. എന്ത് പണി കിട്ടിയെന്ന് എന്താ അമ്മ പറയുന്നത്? വൈജിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മനു ആകെ ഞെട്ടിപ്പോകണം. ആക്സിഡൻറ്റോ എന്ന് ചോദിക്കാണ്ട്. അതെ, വൈജിക്ക് ആക്സിഡൻ്റ് ആയി. വൈജ രാത്രിയിൽ തന്നെ ബാലചന്ദ്രനായിട്ട് വഴക്കിട്ടിട്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. ഒരു ലോറിയുമായിട്ട് കാർ ഇടിച്ചിട്ട് ഹോസ്പിറ്റലാണ്. നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും കൂടിയിട്ട് അവിടേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ മനുവിനോട് പറയട്ടോ. മനു ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണേ. പിന്നെ വൈജി ഇങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ നമ്മളെ കൃഷ്ണമോള് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ അലീന പറഞ്ഞിട്ട്. പക്ഷേ ഫോണൊന്നും എടുക്കുന്നില്ല. ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എടുക്കുന്നതാകുമ്പോൾ അലീനയ്ക്കും കൃഷ്ണമോൾക്കൊക്കെ ആകെ ടെൻഷനാവാണ്. ഇതേ സമയം ബാലേന്ദ്രനൊരു സ്വപ്നം കാണുന്നുണ്ട്, അലീനയ്ക്ക് അപകടം പറ്റുന്നു. കാരണം അലീനനിപ്പോൾ എല്ലാവരും നോട്ടിട്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ വൈജി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും അലീനയ്ക്ക് എന്തെങ്കിലും അപകടം വരുത്തുമെന്നുള്ളതൊക്കെ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. അലീന ഒരു കുപ്പി പൊട്ടിച്ച് ആരെയോ കുത്താൻ വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നമൊക്കെ ബാലേന്ദ്രൻ കണ്ട് ഞെട്ടി തെറിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഞെട്ടി തെറിച്ച് എഴുന്നേൽക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്നത്. അത് മനു തന്നെയാണ് വിളിക്കുന്നത്. മനു വിളിച്ചിട്ട് ഇങ്ങനെ വൈജയന്തിക്ക് ആക്സിഡൻ്റ് ആയ സംഭവം പറയുമ്പോൾ ബാലേന്ദ്രൻ ആകെ ഷോക്കായി പോകുകയാണ് കേട്ടോ. കാര്യം അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വൈജയന്തി ഇറങ്ങിപ്പോയെങ്കിലും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടും എന്ന് മനസ്സിലായില്ല. ഇനി ഇതിപ്പോൾ സ്വയം ചെയ്തതാണോ അതോ അപകടം പറ്റിയതാണോ എന്നൊക്കെ എല്ലാവർക്കും സംശയമാണ്. അങ്ങനെ എല്ലാവരും ആകെ വിഷമിക്കുകയാണ്. വൈജയന്തിക്ക് ആക്സിഡൻ്റ് ആയിട്ട് സംഭവം വീട്ടിലെല്ലാവരും അറിയണം, അലീനയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ അറിയണം. മുത്തശ്ശിക്കൊക്കെ ആകെ സങ്കടവും കരച്ചിലൊക്കെ ആവുകയാണ്. അങ്ങനെ മനു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടപ്പാട്ടൂർക്ക് വരുന്നുണ്ട്. മനു വന്നിട്ട് ഇങ്ങനെ അങ്കിളിനോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ വൈജയന്തിക്ക് കൂട്ടായിട്ട് ഒരാൾ നിൽക്കാനില്ല, കമലയൊന്നും നിൽക്കൂല, വേറെ ആരും നിൽക്കാനില്ല. അപ്പോൾ അലീന അല്ലാതെ വേറെ ഒരാളില്ല. അപ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, അവൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടല്ലോ, അപ്പോൾ ഇവളെ എങ്ങനെയാണ് അവളെ പരിചരിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അലീന അല്ലാതെ വേറൊരാൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൻറ്റീനെ നോക്കാനില്ല, ആൻറ്റീനെ ഒറ്റയ്ക്ക് അനാഥയെ പോലെ അവിടെ ഇടാനും പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ മനസ്സോടെ ബാലേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അലീനനെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലുമൊക്കെ അപകടപ്പെടുത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട് ബാലേന്ദ്രന്. കാരണം രാജീവനും ശിവനും അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അലീനയ്ക്ക് അപകടം സംഭവിക്കുമെന്നൊക്കെ അങ്ങനെ ചിന്തയുണ്ട്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ അലീനയും വൈജയന്തിയും തമ്മിലുള്ള ഒരു കോംബോ ആണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം വൈജയന്തിനെ ഇനി അങ്ങോട്ട് പരിചരിക്കുന്നതും കാര്യങ്ങളും വൈജയന്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അലീനയായിരിക്കും. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റെങ്കിലും അലീനയോട് വൈജയന്തിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളൊക്കെ കാണാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.